അസ്സലാമലൈക്കും. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ 7th ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് ക്ലബ് FM 94.3 ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് അവർ എന്നെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങളിൽ കുറച്ച് പേര് മാത്രമേ ആ വീഡിയോ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്ന് കരുതി നമ്മളുടെ റെഗുലർ വീഡിയോയിൽ ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ. കുക്കിംഗ് വീഡിയോ പതിവ് പോലെ തന്നെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 11:30 തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇതുപോലെ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ ദം ബിരിയാണിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബസ്മതിയുടെ parboiled റൈസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ബസ്മതി സാധാ റൈസ് ആണെങ്കിൽ ഇത് വിസിൽ വരുന്നതിന് മുൻപ് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ അരി വെന്ത് കുഴയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത് ബസ്മതിയുടെ parboiled റൈസാണ്. അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പം ഞാൻ ഇനി കൂടുതൽ ഇതിലേക്ക് വരുന്നില്ല. അപ്പം നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കിലോ റൈസ് വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം ഈ 2 കിലോ ചിക്കനെ ഞാൻ ഒരു ചിക്കനാണിത്. അതിനെ ഞാനൊരു 16 പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. 16 പീസ് എന്ന് പറയുമ്പം ഈ ഒരു സൈസിൽ നമുക്ക് കിട്ടും. ഇത് നന്നായിട്ട് ഞാനിവിടെ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും പാകത്തിനുള്ള ഉപ്പും കുറച്ചധികം മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. മല്ലിയിലയും പുതിനയിലയും ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ നമുക്ക് ഇതിന് കിട്ടും. ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നത് പുതിനയിലയാണ്. പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് തൈരാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, നല്ല കട്ടിയുള്ള തൈരാണ്. ഈ തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സലു കിച്ചൻ കേർഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടും. ഇതിൽ നിന്ന് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് തന്നെ 3 ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുക്കുകയാണ്. ഇത്രയും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും മല്ലിയിലയും പുതിനയിലയും ഈ പൊടികളും തൈരും ഒക്കെ ചേർന്ന് നല്ല ഒരു മണമാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് നേരമൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കത്തില്ല. ഞാൻ ഉണ്ടാക്കുന്ന വിധം ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പായിട്ട് തന്നെ കാണിച്ചു തരാം. ഇത്രയും മതി. ഇനി ഇത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി വാഷ് ചെയ്ത് കുതിർക്കാനായിട്ട് വെക്കണം. ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോയുടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൈസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. അരി ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് തിളപ്പിക്കും. അത് തിളച്ച് വരുന്ന അത്രയും നേരം മാത്രമേ ഞാൻ ഈ അരി ഇവിടെ കുതിർത്ത് വെക്കത്തുള്ളൂ. ഞാനിവിടെ ഒരു ബിരിയാണി ചെമ്പിൽ കുറച്ചധികം വെള്ളം എടുത്ത് അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ബിരിയാണി ചെമ്പ് ഞാൻ ഉണ്ടാക്കിച്ച് എടുത്ത ഒരു ബിരിയാണി ചെമ്പാണ് കേട്ടോ. ഞാനിവിടെ ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ ചെമ്പ് അന്വേഷിച്ച് നടന്നു, കിട്ടിയില്ല. അപ്പം ഞാനിത് ഒരു ഷോപ്പിൽ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാത്രമേ ഇത് ചെയ്തു കൊടുക്കുന്നുള്ളൂ ട്രിവാൻഡ്രത്ത്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ചെയ്യിച്ചെടുത്ത ഒരു ബിരിയാണി ചെമ്പാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ട് ഇത് ചെയ്യിച്ചെടുത്തതിന്. അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണം. അപ്പം ഇത് കുറച്ചധികം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ തിളയ്ക്കാൻ കുറച്ച് ടൈം എടുക്കും. അത്രയും നേരം മാത്രമേ ഞാൻ ആ അരി കുതിർക്കാനായിട്ട് വെച്ചേക്കത്തുള്ളൂ. അപ്പം ഇതിനി ഒന്ന് തിളക്കട്ടെ.
ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പം ഉപ്പ് നമ്മൾ ഈ ചോറിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കിട്ടണം. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇതിലേക്ക് അരിയിലേക്ക് ഉപ്പിടാനായിട്ട്. ഈ വെള്ളം ഇവിടെ വെട്ടി തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ ചേർക്കേണ്ട മസാല തയ്യാറാക്കാം. അപ്പം ഞാൻ ഈ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ട 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ വലിപ്പമുള്ള 4 സവാള. കുറച്ച് വലിപ്പമുണ്ട്, മീഡിയം സൈസ് അല്ല. അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ട് വരാം. ഈ ബിരിയാണി ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായി വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെന്നൽ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5 പീസ് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 പീസ് പട്ട ഇട്ട് കൊടുക്കാം. പട്ട ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഒരു 4-5 പീസ് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഈ 4 സവാളയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇവിടെ നമ്മൾ അരി വേവിക്കാൻ വെച്ച് വെള്ളം ഇതുവരെ തിളച്ചിട്ടില്ല കേട്ടോ. തിളച്ച ശേഷം മാത്രമേ അരി അതിലേക്ക് ചേർക്കത്തുള്ളൂ. വെള്ളം തിളയ്ക്കാൻ വെച്ചത് ഇപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഈ ഒരു ചെമ്പിൻ്റെ ഒരു ഗുണം. അതായത് നല്ല ചൂടാകും ഈ ബിരിയാണി ചെമ്പെന്ന് പറയുമ്പം. ഇപ്പം ഞാൻ ഇന്നിപ്പം ഈ ചെമ്പിലല്ല, ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഞാൻ ചെമ്പിൽ ബിരിയാണി വെക്കുന്ന ദിവസം ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതിപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചെമ്പെടുത്തത്. ഈ വെള്ളം തിളയ്ക്കുന്ന അത്രയും നേരം മാത്രമേ ഞാനിവിടെ അരി കുതിർത്ത് വെക്കത്തുള്ളൂ. അപ്പം ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ട് വരാം. അരി ഞാനിവിടെ ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ അരി വേവിക്കുമ്പം എപ്പോഴും നല്ല ഫ്രീ ആയിട്ട് വേകാനുള്ള വിസ്താരമുള്ള പാത്രം വേണം നമ്മൾ വെക്കേണ്ടത്. ചെറിയ പാത്രത്തിയിട്ട് ഞെരുക്കി വെച്ചിട്ട് വേവിച്ചെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല വലിയ പാത്രത്തിയിട്ട് തന്നെ അരി വേവിച്ചെടുക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് വേഗ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഈ അരിയിലേക്ക് ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പുണ്ടോയെന്ന് നോക്കിയേക്കണം. ഉപ്പില്ലെങ്കിൽ ഈ സമയം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. കാരണം കുറച്ച് ഉപ്പ് അധികം ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ചോറിൽ നമുക്ക് ഉപ്പ് കിട്ടത്തില്ല. അപ്പോൾ അത് നോക്കുക, നോക്കിയിട്ട് ഇടുക. അതുപോലെ റൈസ് ഇട്ടിട്ട് ഒരു 70% മാത്രമേ റൈസ് വേകാവൂ. ഫുള്ള് വെന്ത് കളയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കിയിട്ട് നോക്കണം. നോക്കിയിട്ട് ഏകദേശം ഒരു 70% വെന്ത് കഴിയുമ്പോൾ നമ്മളിത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബോംബെ ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ബിരിയാണി മസാലയാണോ ഇരിക്കുന്നത് അത് യൂസ് ചെയ്യാം. ഈ ബോംബെ ബിരിയാണി മസാല വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഈ നാഷണലിൻ്റെത്. ഇത് ഗൾഫിൽ ഉള്ള പാക്കിംഗ് ബിരിയാണി മസാലയാണ്, അതുകൊണ്ട് തന്നെ ക്വാളിറ്റി വൈസ് വളരെ നല്ലതാണ്. അപ്പോൾ സൽമാന് ഈ ബോംബെ ബിരിയാണി മസാല വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ബോംബെ ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കും. ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷമാണ് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിപ്പോൾ മസാലപ്പൊടി ഇട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ നെയ്യ് ചൂടാക്കി നമ്മൾ റൈസിലേക്ക് ഒഴിക്കണം. അത് വേണം, എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും മതിയാകും. ഇതിപ്പം റൈസ് ഇവിടെ ഒരു 70% വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള മസാലയെല്ലാം നല്ലതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ആ മസാലയിലാണ് ശരിക്കും ആ ഫ്ലേവർ ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ കുക്കർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇളക്കി എടുക്കണം. അപ്പം ഇതിൽ നിന്നുള്ള ഗ്രേവി അതിലേക്ക് വരും. അതിന് ശേഷമാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം 5 മിനിറ്റ് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ സമയം ഇതിലേക്ക് ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് കീറൊന്നുമില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാണ്. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇടുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വേണം. ഒരു 1/4 ടീസ്പൂൺ മതിയാകും കുരുമുളകിൻ്റെ പൊടി. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ
കസൂരി മെത്തി, അതായത് ഉലുവയില ഉണക്കി വെച്ചിരിക്കുന്നതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നല്ല ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ നെയ്യിൽ ഈ ബിരിയാണി മസാല ചൂടാക്കിയതുണ്ടല്ലോ, അതിൽ നിന്ന് 1 ടീസ്പൂണ് ആദ്യം ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഇതൊക്കെ ബിരിയാണിക്ക് ഫ്ലേവർ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 70% വെന്ത അരി ഇട്ട് കൊടുക്കണം. എൻ്റെത് കുറച്ച് വലിപ്പമുള്ള കുക്കറാണ്, അപ്പം നിങ്ങൾ നോക്കണം നിങ്ങളുടെ കുക്കറിൽ ഇത് കൊള്ളോ എന്നുള്ളത്. അതിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ചേർത്ത് കൊടുക്കാവൂ. ഞാൻ പറഞ്ഞില്ലേ, ഞെരുക്കി വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ബിരിയാണി തയ്യാറാക്കരുത്. അപ്പം അത് കറക്റ്റ് ആ ഒരു നല്ല ഒരു രീതിയിലേക്ക് വരത്തില്ല നമ്മൾ അരി ഞെരുക്കി വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഞാനിവിടെ കണ്ടോ 1/2 കപ്പ് പാലിൽ കുറച്ച് സാഫ്രോൺ ഇട്ടതാണിത്. ഇത് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ സാഫ്രോണിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പാലിൽ സാഫ്രോൺ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ നമ്മൾ ഇത് ഫ്രഷ് മിൽക്കാണ് കേട്ടോ. പാലൊഴിക്കുമ്പോൾ തന്നെ ഈ അരിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യിൽ ചൂടാക്കിയെടുത്ത ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് പൈനാപ്പിൾ എസൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാകും. പിന്നെ ഞാൻ ഇതിലേക്ക് പെർമിറ്റഡ് ഫുഡ് കളറ് യെല്ലോ 2-3 ഡ്രോപ്പ് ഇട്ട് കൊടുക്കും. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. തന്നെ നല്ല ഒരു മണമാണ്. പിന്നെ ഞാൻ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്, അതും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട് വെയിറ്റ് ഇട്ടിട്ട്, ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, 1 വിസിൽ വരെ ഇത് വേവിച്ചെടുക്കാം. 1 വിസിൽ കേട്ടാൽ മതി, കാരണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ 1 വിസിൽ വേവിക്കുന്നത്. ആ 1 വിസിൽ തന്നെ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടും. അതിനുശേഷം ഇതിനുള്ളിലെ സ്റ്റീം എല്ലാം പോയ ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാവൂ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതിവിടെ 1 വിസിൽ കേട്ടിരിക്കുന്നത്. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനുള്ളിലെ സ്റ്റീം എല്ലാം പോയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തെടുക്കാവൂ. സ്റ്റീം ഇവിടെ പോയിട്ടുണ്ട്. ഞാനിനി ഈ വെയിറ്റ് മാറ്റിയിട്ട് കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വാവ്, കണ്ടോ, റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റായിട്ട് നല്ല പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, വെന്ത് കുഴയോ ഒന്നും ചെയ്തിട്ടില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ 1 വിസിൽ വരെ ഇത് വേവിച്ചെടുത്തത്. കണ്ടോ, നല്ല പാകത്തിനാണ് റൈസ് വെന്ത് വന്നിരിക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, മിക്സ് ചെയ്യുമ്പോഴും നമ്മളൊരു ഫോർക്ക് കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ചൂടായതുകൊണ്ട് നമ്മൾ പതുക്കെ മിക്സ് ചെയ്തില്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും. ഇതിപ്പോൾ ഇതേ നല്ല പരുവത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, അല്ലാതെ ഉടഞ്ഞു പോയിട്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഈ റൈസ് പതിയെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ചിക്കൻ എന്തായെന്ന് നോക്കാം. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, കണ്ടോ. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കണ്ട. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇത് ഞാനിവിടെ റൈത്തയുമായിട്ടാണ് സെർവ് ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.